ഹായ് നമസ്കാരം. സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് ക്വിസ് മത്സരത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഏതാനും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ ആദ്യാവസാനം കാണാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് ആര്? A.O. ഹ്യൂം ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത്. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് എന്ന്? 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ആ പേര് നിർദ്ദേശിച്ചത് ആരാണ്? ഇന്ത്യയുടെ ഗ്രാൻഡ് ഓൾഡ് മാൻ എന്നറിയപ്പെടുന്ന ദാദാഭായ് നവറോജിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ആ പേര് നിർദ്ദേശിച്ചത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെ എന്ന്? ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ വെച്ച് 1885 ഡിസംബർ 28 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? W.C. ബാനർജി ആയിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വേദിയായ ആദ്യത്തെ തെക്കേ ഇന്ത്യൻ നഗരം ഏതായിരുന്നു? മദ്രാസ് ആയിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വേദിയായ ആദ്യത്തെ തെക്കേ ഇന്ത്യൻ നഗരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മൂന്നാം സമ്മേളനമായിരുന്നു ഇത്. 1887 ഈ സമ്മേളനം നടന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ആദ്യ മുസ്ലിം ആരായിരുന്നു? ബദറുദ്ദീൻ തയ്യാബ്ജി ആയിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ആദ്യ മുസ്ലിം. 1887 നടന്ന മദ്രാസ് സമ്മേളനത്തിലാണ് അദ്ദേഹം പ്രസിഡന്റായിരുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ആദ്യ വിദേശി ആരായിരുന്നു? ജോർജ് യൂൾ എന്ന ഇംഗ്ലീഷുകാരനായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ആദ്യ വിദേശി. 1888 4ാം സമ്മേളനം അലഹബാദിൽ വെച്ച് നടക്കുമ്പോഴാണ് അദ്ദേഹം പ്രസിഡന്റായത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ആദ്യ മലയാളി ആരാണ്? സി ശങ്കരൻ നായർ, അതായത് ചേറ്റൂർ ശങ്കരൻ നായർ ആയിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ആദ്യ മലയാളി. 1897 നടന്ന അമരാവതി സമ്മേളനത്തിനായിരുന്നു അദ്ദേഹം പ്രസിഡന്റായത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ആദ്യ വനിത ആരാണ്? ആനി ബസന്റ് ആയിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ആദ്യ വനിത. 1917 കൊൽക്കത്ത സമ്മേളനത്തിലായിരുന്നു ആനി ബസന്റ് പ്രസിഡന്റായത്. അടുത്ത ചോദ്യം, ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ സമ്മേളനം ഏതായിരുന്നു? 1924 ബെൽഗാം സമ്മേളനത്തിലാണ് ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? സരോജിനി നായിഡു ആയിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത. കാൺപൂരിൽ വെച്ച് 1925 നടന്ന സമ്മേളനത്തിലായിരുന്നു സരോജിനി നായിഡു പ്രസിഡന്റായത്. അടുത്ത ചോദ്യം, 1905 ബംഗാൾ വിഭജനം നടക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെ അധ്യക്ഷനായ ബനാറസ് സമ്മേളനം 1905 നടന്നത്. ഈ സമയത്തായിരുന്നു ബംഗാൾ വിഭജനം നടന്നത്. അടുത്ത ചോദ്യം, കോൺഗ്രസ് മിതവാദികളെന്നും തീവ്രവാദികളെന്നും രണ്ടായി പിരിഞ്ഞത് ഏത് സമ്മേളനത്തിലാണ്? 1907 നടന്ന സൂററ്റ് സമ്മേളനത്തിലാണ് കോൺഗ്രസ് മിതവാദികളെന്നും തീവ്രവാദികളെന്നും രണ്ടായി പിരിഞ്ഞത്. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ റാഷ് ബിഹാരി ഘോഷ് ആയിരുന്നു. അടുത്ത ചോദ്യം, മിതവാദികളും തീവ്രവാദികളും വീണ്ടും ഒന്നായ കോൺഗ്രസ് സമ്മേളനം ഏതായിരുന്നു? 1916 A.C. മജുംദാറിൻ്റെ നേതൃത്വത്തിൽ നടന്ന ലക്നൗ സമ്മേളനത്തിൽ വെച്ചാണ് മിതവാദികളും തീവ്രവാദികളും വീണ്ടും ഒന്നിച്ചത്. അടുത്ത ചോദ്യം, 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്ന സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു? മോത്തിലാൽ നെഹ്റു ആയിരുന്നു ഈ സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്. അടുത്ത ചോദ്യം, പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു?
ജവഹർലാൽ നെഹ്റു ആയിരുന്നു പൂർണ്ണ സ്വരാജ് പ്രമേയം അവതരിപ്പിച്ചത്. അദ്ദേഹം തന്നെ പ്രസിഡൻ്റായ 1929 ലാഹോർ സമ്മേളനത്തിൽ വെച്ചാണ് പൂർണ്ണ സ്വരാജ് പ്രമേയം അവതരിപ്പിച്ചത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 50ാമത് സമ്മേളനം നടന്നത് എവിടെയാണ്? 1937 ഫെയ്സ്പൂർ സമ്മേളനം. ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ. ഇതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 50ാമത് സമ്മേളനം. ഒരു ഗ്രാമത്തിൽ വെച്ച് നടന്ന ആദ്യത്തെ സമ്മേളനം എന്നുകൂടി ഇതിന് ഖ്യാതിയുണ്ട്. അടുത്ത ചോദ്യം, തെരഞ്ഞെടുപ്പിലൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായത് ആര്? സുഭാഷ് ചന്ദ്രബോസാണ് തെരഞ്ഞെടുപ്പിലൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായത്. 1939 ത്രിപുരി സമ്മേളനത്തിലാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പിലൂടെ പ്രസിഡൻ്റായത്. അതിനു മുൻപ് 1938 ഹരിപുര സമ്മേളനത്തിൻ്റെ അധ്യക്ഷനും സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു. അടുത്ത ചോദ്യം, തെരഞ്ഞെടുപ്പിൽ സുഭാഷ് ചന്ദ്രബോസ് പരാജയപ്പെടുത്തിയത് ആരെയാണ്? പട്ടാഭി സീതാരാമയ്യയാണ് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയത്. അടുത്ത ചോദ്യം, ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു? മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്. അടുത്ത ചോദ്യം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു? ആചാര്യ JV കൃപലാനി ആയിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. ഓക്കെ, താങ്ക് യു.